അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഭൗതിക സൗകര്യങ്ങൾ കൊടുക്കാതെ അല്ലാഹു തടഞ്ഞു വെക്കുന്നുണ്ട്. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൈസ ഉണ്ടാവില്ല എന്നല്ല അതിനർത്ഥം. അല്ലാഹു പൈസ കൊടുക്കുന്ന അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ദുന്യ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, സമ്പത്ത്, നമ്മുടെ വാഹനം, വീട്, നമ്മുടെ നാട്, മലകള്, പർവ്വതം, ആകാശം, മനോഹരമായ കാഴ്ചകള്, ഇതൊക്കെ ആലമാണ്, ഈ ലോകമാണ്. ദുന്യാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഇതിനെ അനുഭവിക്കുന്നത് അതിനാണ് ദുന്യാവ് എന്ന് പറയുന്നത്. ദുന്യാവ് അള്ളാന്റെ ദൃഷ്ടാന്തമാണ്, ആലം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ആലം, ലോകം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. പക്ഷേ ദുന്യാവ് എന്ന് പറയുന്നത് our experience of this world, നമ്മൾ എങ്ങനെയാണോ ഈ ലോകത്തെ അനുഭവിക്കുന്നത് അതിനാണ് ഈ ദുന്യാവ് എന്ന് പറയുന്നത്. എന്നല്ലാതെ പൈസക്ക് ദുന്യാവ് എന്ന് പറയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 1000 ഒട്ടകങ്ങളെ ദീനിന് സ്വതക്ക് കൊടുത്തു. പൈസ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റൂ? ആളുകൾ ഹജ്ജിനും ഉംറക്കും പോകുന്നില്ലേ? അള്ളാഹ് പൈസ കൊടുത്തോണ്ടല്ലേ ചെയ്യാൻ പറ്റുന്നത്. ദാനം, നമ്മളെ പള്ളികളും ഈ സ്ഥാപനവും നമ്മുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഇവിടെ ഉണ്ടായില്ലേ? പൈസ ഉണ്ടായിട്ടില്ലേ? അത് നേരെ മറിച്ച് അതിലേക്ക് മനസ്സ് കൊടുക്കുക. മനസ്സ് മുഴുവൻ പൈസയുടെ പിന്നാലെ. ആകെ ചിന്ത പൈസയാണ്. വീട്, പറമ്പ് വാങ്ങിക്കുക, സ്ഥലം എടുക്കുക, വീടുണ്ടാക്കുക, വാഹനം മേടിക്കുക, ഭക്ഷണം കഴിക്കുക, കറങ്ങുക, ഇത്ര തന്നെ ആഗ്രഹമുള്ളൂ. മരണം ചിന്തിക്കാൻ പോലും കഴിയില്ല, ആഖിറം ആലോചിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ നടക്കുന്നതിനെയാണ് ദുന്യാവ് എന്ന് പറയാ. അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടവർക്ക് ആ ബോധം കൊടുക്കൂല. അവർക്ക് പൈസ ഉണ്ടോ? അല്ലാഹു തന്ന പൈസയാണ്, ഫീ സബീലില്ലാഹ്. അല്ലാത്തവൻ പിശുക്കും, തരാൻ പറ്റൂല എന്ന് പറയും അല്ലേ? അങ്ങനെയാണ്. നമ്മുടെ കച്ചവടക്കാർക്ക് എത്ര ഉണ്ട് ഇവിടെ? നല്ല റാഹത്തിൽ കച്ചവടം നടക്കുമ്പോൾ ആരെങ്കിലും വല്ല വിവരം പറയോ? ഇല്ല. കച്ചവടം മോശമായപ്പോഴാണ് നാട്ടുകാർ മുഴുവൻ അറിയും. കച്ചവടം എല്ലാം ആകെ മാർക്കറ്റ് ഡൗൺ ആണ്, എല്ലാവരും അറിയും അല്ലേ? ഗൾഫിലൊക്കെ അങ്ങനെയാണ്, നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. വലിയ പൈസക്കാരാണ്, റാഹത്താണെന്നൊക്കെ പറഞ്ഞ് നടക്കണവരടുത്ത് ഒരു റസീറ്റ് നോക്കിയിട്ട് ചെന്നാൽ മനസ്സിലാക്കാം ഓരോ പായർ എത്രയാണെന്ന് അല്ലേ? നമുക്ക് പള്ളിക്ക് ഒരു പിരിവുണ്ട്, ഒരു 100 രൂപ തരണേ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ കൊടുക്കാനുണ്ട്, അത് കടം ഇത് കടം. അപ്പൊ മനസ്സിലാവും യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നത് എന്ന്. അതുവരെ നമുക്കറിയാൻ പറ്റൂല. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ, നിനക്ക് പ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹുവിന് വേണ്ടിയല്ലേ, പടച്ചോൻ തരും. കുറച്ച് ലാഭമൊക്കെ കുറവാണ്, എന്നാലും സാരമില്ല, അള്ളാഹുവിനിക്ക് തരും. ഇതിന്റെ ബർക്കത്ത് അള്ളാഹുവിനെ പരീക്ഷിക്കുകയാണ്, എടുത്തോളൂ എന്ന് പടച്ചതമ്പുരാന് വേണ്ടി ദാനം ചെയ്യാനുള്ളൊരു മനസ്സ് അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കേ ഉണ്ടാവും. അള്ളാഹു അവന്